പത്തനംതിട്ടയിൽ ഇന്ന് CPM-ൽ ചേർന്നവരിൽ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട ആളും പോലീസുകാരനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതടക്കം 4 കേസുകളിലെ പ്രതിയും മലയാലപ്പുഴ സ്റ്റേഷനിലെ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ റേഡിയോ ജംഗ്ഷൻ സ്വദേശി സിദ്ദിഖും ചേർന്നവരിൽ. സിദ്ദിഖിനെ കൂടാതെ വിവിധ കേസുകളിൽ പ്രതികളായ പ്രമാടം സ്വദേശികളായ മാജിക് കണ്ണൻ, അരുൺ എന്നിവരും CPM-ൽ ചേർന്നവരിൽ ഉൾപ്പെടും. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി 50ഓളം പേരാണ് ഇന്ന് പാർട്ടിയിൽ ചേർന്നത്. നന്ദുഷ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, ഈ CPM-ൽ പുതിയ ആളുകൾ വരുമ്പോൾ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ കാപ്പ പ്രതികളടക്കം ഉണ്ടാകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളടക്കം ഈ CPM-ൽ ചേർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ കേൾക്കേണ്ടതും കാണേണ്ടതുമായി ഉണ്ടാകും. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? CPM-ന്റെ പത്തനംതിട്ടയിലെ സമ്മേളന കാലയളവ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഈ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും പാർട്ടിയിൽ ചേരുന്നു എന്ന തരത്തിൽ വിമർശനം ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വീണ്ടും ജില്ലാ സമ്മേളനത്തിന്റെ തലേ ദിവസം തന്നെ പുതിയ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. 50ഓളം പേർ പാർട്ടിയിൽ ചേർന്നു. അതിൽ ഗുരുതര കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വെട്ടൂർ സ്വദേശിയായ സിദ്ദിഖാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരൻ. പോലീസുകാരനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ഇയാൾക്കെതിരെ മുൻപ് ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്രമാട സ്വദേശികളായിട്ടുള്ള അരുൺ, കണ്ണൻ എന്നിവരും ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ മുമ്പ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരും അതോടൊപ്പം കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടുള്ളവരുമാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതായാലും നാളെ സമ്മേളനം തുടങ്ങാനിരിക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം പ്രതിനിധികളും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് വളരെ നേതൃത്വത്തിനെതിരെ വലിയൊരു വിമർശനത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു കാരണങ്ങൾ കൂടിയാണിത്. ആഴ്ചകൾക്ക് മുമ്പാണ് കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരാളെ പാർട്ടിയിൽ ചേർത്തതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നത്. അതിനോട് തുടർച്ചയെന്നോണം ഇപ്പോൾ വീണ്ടും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ വീണ്ടും പാർട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ സമ്മേളനത്തിന് ഒരു ദിവസം മാത്രം മുൻപേ വീണ്ടും ഒരു അബദ്ധം അവിടുത്തെ CPM നേതൃത്വം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.